ഹായ് ഹലോ മക്കളെ, എല്ലാവർക്കും ഫിറ്റ്നസ് ബോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഫുഡ് ആൻഡ് ഹ്യൂമൻ ആണ്. ഇന്നത്തെ നമ്മൾ ഇതിൻ്റെ മലയാളം മീഡിയം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ പോയി നോക്കട്ടോ. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന മക്കൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഫുൾ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മളിന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വരുന്നത് ഒരു ഡയറി കുറിപ്പാണ്. നോക്കിയാലോ. ടുഡേ ദർ വാസ് എ ഫുഡ് ഫെസ്റ്റ് ഇൻ അവർ സ്കൂൾ ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് ഫുഡ് ഡേ. ഹൗ ഇൻട്രസ്റ്റിംഗ് ഇറ്റ് വാസ്. All of us brought different dishes as our teacher had instructed. I visited every stall with my friends. What a variety of dishes! Variety of dishes made from tapioca, jackfruit, millets, tubers, and fruits were there. Many food items like laddu, halwa, payasam, cake, sweets, and pickles were also there. Oh, seeing all those, my mouth watered. Then our class teacher also joined us. Teacher bought a sweets and payasam. How tasty it was. These flowers still stay on my tongue. എന്താണ് ഈ ഡയറി കുറിപ്പിൽ പറയുന്നത്? ഭക്ഷ്യ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ നടത്തിയിട്ടുള്ളൊരു ഫുഡ് ഡേൻ്റെ, ഒരു വേൾഡ് ഫുഡ് ഡേൻ്റെ ഒരു ഭക്ഷ്യ ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഫുഡ് ഫെസ്റ്റിനെ കുറിച്ചാണ് ഈ ഡയറിയിൽ പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു സ്റ്റോളിൽ, ആ ഫുഡ് ഫെസ്റ്റിന് നടത്തിയിട്ടുണ്ടായിരുന്ന സ്റ്റോളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഡിഷസ്, ഫ്രൂട്ട്സ്, അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ഡയറി കുറിപ്പിൽ പറയുന്നത്. ഇനി നമ്മൾ ഇതിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹാവ് യു റീഡ് ദ ഡയറി എൻട്രി ഓഫ് എ സ്റ്റുഡൻറ് നെയ്മഡ് സിബി? വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് മെൻഷൻഡ് ഇൻ ദ ഡയറി എൻട്രി? ഈ ഒരു ഡയറിയിൽ, സിബി എഴുതിയിട്ടുള്ള ഈ ഡയറിയിൽ ഏതൊക്കെ ഫുഡാണ് മെൻഷൻ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ലഡു, ഹൽവ, പായസം, കേക്ക്സ്, സ്വീറ്റ്സ്, പിക്കിൾസ്. The pictures given above indicate the different methods of obtaining food by the early humans. What details do you understand from these pictures about the obtaining of food of early humans? ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സൂചിപ്പിക്കുന്ന കുറച്ച് ചിത്രങ്ങളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇന്ന് അക്കാലത്തെ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സംബന്ധിച്ചിട്ട് എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് കുട്ടികളെ? They gathered food, hunted animals for food, engaged in fishing. Stones and sticks were used as weapons. They hunted in groups. They shared the food they gathered. What might be the food items they had obtained through hunting and gathering? വേട്ടയാടുന്നതിലൂടെയും ശേഖരിക്കുന്നതിലൂടെയും എന്തെല്ലാം ഫുഡ് ഐറ്റംസ് ആയിരിക്കും അവർക്ക് ലഭിച്ചിട്ടുണ്ടാവുക? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്, ഫിഷസ്, edible leaves, animal flesh. For what purposes did ancient man use fire? പ്രാചീന മനുഷ്യന് എന്തൊക്കെ ആവശ്യങ്ങൾക്കായിരിക്കും തീ ഉപയോഗിച്ചിട്ടുണ്ടാവുക? To cook food, to protect from animal attacks, to light up the chaos, to get protection from cold. Next question നോക്കൂ. What were the possible conditions that forced early humans find other ways to obtain food? എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കും മനുഷ്യനെ ഭക്ഷണ സമ്പാദനത്തിനുള്ള മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ പ്രേരിപ്പിച്ചത്? എന്തൊക്കെയായിരിക്കും? സ്കാർസിറ്റി ഓഫ് ഫുഡ്, റൈസ് ഇൻ പോപ്പുലേഷൻ, എൻവിറോൺമെന്റൽ ചേഞ്ചസ്, ലാക്ക് ഓഫ് ഫുഡ് സ്റ്റോറേജ് ഫെസിലിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, വൈൽഡ് ഫയർ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. What were the changes brought about in human life following the domestication of animals and plants? എന്താണ്? മൃഗങ്ങളെ ഇണക്കി വളർത്താനും അതുപോലെ തന്നെ സസ്യങ്ങളെ പരിപാലിക്കാനൊക്കെ ശ്രമിച്ചതിലൂടെ എന്തൊക്കെ മാറ്റങ്ങളാണ് മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? എന്തൊക്കെയാണ്? ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് അലൗഡ് പീപ്പിൾ ടു പ്രൊഡ്യൂസ് മോർ ഫുഡ്. They could stay in one place and build permanent homes. Domestication of animals helped farming work easier. Settling in one place led to the development of villages and towns. How did they rear plants? എങ്ങനെയാണ് അവര് സസ്യങ്ങളെ പരിപാലിച്ചത്? The edible plants, roots and saplings were selected, planted and cultivated. In the early days, wheat, barley, little millet and tubers were cultivated.
Humans started agriculture mainly on river banks where the essential water and fertile soil were available. What advantages might they have had by settling near the agricultural sites? കൃഷിസ്ഥലത്ത് സ്ഥിരവാസമാക്കിയതിലൂടെ എന്തെല്ലാം നേട്ടങ്ങളാണ് അവർക്ക് ലഭിച്ചിട്ടുണ്ടാവുക? They could protect the agricultural sites. There was no need to wander around in search of food. Availability of food items increased, got more time to rest, tamed animals, started social life. How might river banks have helped early humans to settle? Discuss. നദീതടങ്ങള് എങ്ങനെയൊക്കെയാണ് മനുഷ്യർക്ക് എന്താണ് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് അവിടെ സ്ഥിരവാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നദീതടങ്ങൾ എങ്ങനെയെല്ലാം സഹായകരമായിട്ടുണ്ടാവും ചർച്ച ചെയ്യാനാണ് പറയുന്നത്. എങ്ങനെയൊക്കെയാണ്? ഫേവറബിൾ കണ്ടീഷൻസ് ഫോർ അഗ്രികൾച്ചർ, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ഫെർട്ടൈൽ സോയിൽ, ഫേവറബിൾ ക്ലൈമറ്റ്, animals were tamed and reared, plenty of food, transportation, protection from enemies. What would early humans have used to store excess food? ബാക്കിയായിട്ടുള്ള ഭക്ഷണങ്ങൾ മനുഷ്യർ മനുഷ്യർ പഴയ കാലത്തെ മനുഷ്യർ എങ്ങനെയൊക്കെ ആയിരിക്കും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. എന്തിലൊക്കെ ആയിരിക്കും? പോട്ടറി, ബാഗ്സ് മെയ്ഡ് ഓഫ് അനിമൽ സ്കിൻ, ബാസ്കറ്റ്സ് മെയ്ഡ് ഓഫ് ബാംബൂ റീഡ്, വുഡൻ വെസൽസ്, അണ്ടർഗ്രൗണ്ട് പിറ്റ്, ആനിമൽസ് ഷെൽ, ക്ലേ പോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് കൈൻഡ് ഓഫ് വെസൽസ് ആർ യൂസ്ഡ് ഇൻ യുവർ ഹോം ഫോർ കുക്കിംഗ് ആൻഡ് സ്റ്റോറിംഗ് ഫുഡ്? നിങ്ങളുടെ വീട്ടിൽ ആഹാരം കുക്ക് ചെയ്യാനും സ്റ്റോർ ചെയ്യാനൊക്കെ എങ്ങനെയുള്ള വെസൽസ് പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നാണ്. എങ്ങനെയുള്ളതായിരിക്കും? എർത്തൻ വെസൽസ്, ക്ലേ വെസൽസ്, അലുമിനിയം, സ്റ്റീൽ, ഗ്ലാസ്, കോപ്പർ, ബ്രോൺസ്. Did early humans simply store excess food items for later use only? ആദിമ മനുഷ്യര് ബാക്കി വന്ന ഭക്ഷണങ്ങള് പിൽക്കാലത്തേക്ക് മാത്രമാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത്. The excess food was not only stored for later use but also exchanged with those in need. How could such exchanges have taken place? അന്ന് ഇങ്ങനെയുള്ള കൈമാറ്റങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക? In order to get what they needed, each one exchanged the goods they had stored with others. What is barter system? എന്താണ് barter system? Before the introduction of the system of coinage, there was a practice of exchanging goods with each other. This method of exchange is known as the barter system. Complete the flow chart which indicates the formation of urban centers. നഗരങ്ങളുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? എക്സ്ചേഞ്ച് ഓഫ് ഗൂഡ്സ്, ട്രേഡ്, മാർക്കറ്റ്സ്, ട്രേഡിംഗ് സെന്റേഴ്സ്, അർബൻ സെന്റേഴ്സ്. ഐഡന്റിഫൈ ദ സ്പൈസസ് ഇൻ ദ പിക്ചർ ആൻഡ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദം. ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ തിരിച്ചറിയുക, എന്നിട്ട് അവയെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ചും ലഘുക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം പെപ്പർ നോക്കാം. Known as the king of spices, pepper is native of South India. Peppers are rich in protein, carbohydrates, fats, vitamins, and minerals. The hotness of pepper is due to the presence of pepperine. Pepper is used to add flavor and aroma to food and medicinally. Pepper is the number one spice in the international market. Cinnamon. Cinnamon is a spice that comes from the bark of trees. It's used to make food taste and delicious. Kerala has the oldest plantation of cinnamon trees in the world. The ancient cinnamon plantation is located at Anjarakandi in Kannur district. Cardamom. Cardamom is known as the queen of spices. Cardamom is a special spice that makes many foods and drinks taste wonderful. It has a magical smell and flavor. Widely cultivated in Kerala and Assam. Cardamom is native to Indonesia and the Indian subcontinent. Nutmeg അഥവാ ജാതി. Nutmeg is a spice full of medicinal properties. Nutmeg trees grows abundantly in Karnataka and the areas along the western Ghats of Kerala. There are historical records
that the Arabs bought nutmeg from India in large quantities during the medieval period. Nutmeg is used for flavoring food and in the manufacture of perfumes and medicines. Cloves അഥവാ ഗ്രാമ്പു. Cloves is the second most important spice in the international market. Cloves are grown mainly in Kerala and Tamil Nadu. The Chinese were the first to use cloves as a spice. Clove flower buds are dried and used as a spice. Cloves contain protein, iron, fat, starch, calcium and phosphorus. Ginger അഥവാ ഇഞ്ചി. Ginger is used as medicine and spice. Ginger is believed to be native to India or Malaysia. Ginger is cultivated mainly in Asia. More than half of the ginger produced in India is grown in Kerala. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് സ്പൈസ് ഈസ് നോൺ ആസ് ബ്ലാക്ക് ഗോൾഡ്? കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് ഏത് സ്പൈസ് ആണ്? ഏതാണ്? ബ്ലാക്ക് പെപ്പർ. ഫൈൻഡ് ഔട്ട് ദ സ്പൈസസ് ദാറ്റ് ആർ കൾട്ടിവേറ്റഡ് ഇൻ യുവർ റീജിയൺ. നിങ്ങളുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് മക്കളെ? ബ്ലാക്ക് പെപ്പർ, കാഡമം, സിന്നമൺ, ക്ലോവ്സ്, നട്ട്മെഗ്, ടർമറിക്, ജിഞ്ചർ, വാനില, ടാമറൈൻ, ആൾ സ്പൈസ്, ബേ ലീഫ്. ഇതെല്ലാം എന്താണ്? നമ്മുടെ പ്രദേശത്ത് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്പൈസസ് ആണ്. ആർ you familiar with all the food items shown in the picture? Do these food items have their origin in our land? Find out. ചിത്രത്തിൽ കാണുന്ന ഫുഡൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതല്ലേ? ഇതെല്ലാം ഒറിജിനൽ നമ്മുടെ നാട്ടിൽ തന്നെയാണോ എന്നാണ് ചോദിക്കുന്നത്. കണ്ടെത്താനാണ് പറയുന്നത്. ലെറ്റ്സ് മേക്ക് ഐഡന്റിറ്റി കാർഡ്. എന്നിട്ട് ഒരു ഐഡന്റിറ്റി കാർഡ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് ഗുവ. എന്താണ്? ബർത്ത് പ്ലേസ് മെക്സിക്കോ, ആപ്പിൾ ഓഫ് ട്രോപ്പിക്സ്, പിന്നെ ബ്രോഡ് ടു ഇന്ത്യ ബൈ പോർച്ചുഗീസ്, കണ്ടെയ്ൻസ് വൈറ്റമിൻ എ, ബി ആൻഡ് സി. അപ്പോൾ ഇതുപോലെ എന്താണ് ഐഡന്റിറ്റി കാർഡ്, ഒരു ഫ്രൂട്ട്സുകളെ കുറിച്ചിട്ട് മുകളിൽ കൊടുത്തുള്ള ഫ്രൂട്ട്സുകളെ കുറിച്ച് ഐഡന്റിറ്റി കാർഡ് തയ്യാറാക്കാനും പറഞ്ഞിട്ടുള്ളത്. ഇനി ലൈക്ക് ദിസ് ഫൈൻഡ് ദ ബർത്ത് പ്ലേസ് ഓഫ് other food items and make identity. Like this, find the birthplace of other food items and make identity cards. Display the prepared identity cards in the classroom. മറ്റു ഫുഡുകളെ കുറിച്ച് എന്താണ് അവരുടെ ബർത്ത് പ്ലേസ്, ജന്മദേശമൊക്കെ കണ്ടെത്ത് എന്നിട്ട് ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കുക. അത് നിങ്ങളോട് ക്ലാസ് റൂമിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിനായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്കിവിടെ നോക്കാം. ടാപ്പിയോക്ക, ബർത്ത് പ്ലേസ് സൗത്ത് അമേരിക്ക. Also known as cassava, is a short duration crop cultivated in most countries such as South America, Africa, Indonesia and India. Tapioca was brought to Kerala and popularized by Vishagam Tirunal Maharaja, who ruled Travancore. The high yielding tapioca first discovered by the Central Tuber Crops Research Institute. Thiruvananthapuram was named Sri Vishagam to perpetuate the memory of Sri Vishagam Tirunal. Papaya, birthplace America. Papaya is now cultivated in most tropical countries. Papaya has high nutritional values. Papaya is rich in iron, calcium, vitamins A, B, C, etc. Pineapple, birthplace Brazil. It is known as heavenly fruit. Pineapple cultivation was introduced to India by the Portuguese. Pineapple is good for digestion. Cashew nut, birthplace Brazil. Cashew was introduced to India by the Portuguese. Kannur is the largest producer of cashews in Kerala. Cashew-based industries are mostly in Kollam district. Cashew nuts are rich in calcium, iron, magnesium, fiber, etc. Potato, birthplace Peru. Potato is the most familiar and edible tuber crop. Potato is a food item rich in protein and starch. Next question നോക്കൂ. How did the expansion of trade lead to the exchange of food items between distant lands? കച്ചവടത്തിന്റെ വ്യാപനം വിദൂരദേശങ്ങൾ തമ്മിലുള്ള കൈമാറ്റം എങ്ങനെയായിരുന്നു? The exchange of food items was not confined to any particular region. This exchange spread across the lands
The exchange of food items is going on. In addition to trade, people travel to different parts of the world for employment, education, leisure, etc., making this exchange more widespread. It was the expansion of trade that led to the exchange of food items between distant lands. You have seen that many fruits and other food items that we eat have been brought here from other countries. Make a list of the food dishes that have spread among us from other countries. Find out their place of origin. നിങ്ങൾ നേരത്തെ കണ്ടല്ലോ ഫ്രൂട്ട്സും മറ്റു വിഭവങ്ങളൊക്കെ എന്താണ് പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ നാട്ടിൽ എത്തിച്ചേർന്നിട്ടുള്ള ഫ്രൂട്ട്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഭക്ഷ്യസാധനങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇനി നമ്മുടെ നാട്ടിലേക്ക് പുറം രാജ്യങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ പ്രചരിച്ച ഭക്ഷ്യവസ്തുക്കളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ്, ഏതൊക്കെയാണെന്ന് നോക്കാം. ഷവർമ, ഹമൂസ്, കബ്സ, കുനാഫ, പത്തിരി. ഇതിന്റെ ഒറിജിൻ പ്ലേസ് അറേബ്യൻ. ബിരിയാണി, ഹലീം, കബാബ്. ഒറിജിൻ ഏതാണ്? പേർഷ്യ. ഫലാഫൽ ഒറിജിൻ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ഈജിപ്ത്. ബ്രോസ്റ്റ് ചിക്കൻ, ബ്രൗണീസ് ഒറിജിനൽ ആയിട്ടുള്ളത് അമേരിക്കൻ ആണ്. പാസ്ത, പിസ്സ, സ്പഗറ്റി ഒറിജിൻ ഇറ്റലി. മഞ്ചൂരിയൻ, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ഹക്ക നൂഡിൽസ് ഒറിജിനൽ ചൈനീസ്. കട്ട്ലറ്റ്, പാൻ കേക്സ് ഒറിജിൻ യൂറോപ്യൻ. സുഷി ഒറിജിൻ ജപ്പാൻ. മുട്ടമാല ആൻഡ് മുട്ട സുർക്ക ഒറിജിൻ പോർച്ചുഗീസ്. അപ്പൊ ഇത് നിങ്ങൾ പട്ടികപ്പെടുത്തുക. മേക്ക് എ നോട്ട് ഓൺ ദ ടോപ്പിക് ഇൻക്വാളിറ്റീസ് ഇൻ ഫുഡ്. ഭക്ഷണത്തിലെ അസമത്വങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. There were various type of inequalities in our country related to food. Social inequalities prevented people of all classes from dining together. Under the leadership of social reformer Sahodran Ayappan, an inner dining initiative named Misra Bhojanam was held at Cherai in Ernakulam against this discrimination. Such discriminations are prohibited in our country by law. Not only social but economic discrimination also pose a challenge to equality in food distribution. So this news headlines താഴെ കൊടുത്തിട്ടുള്ള വാർത്താ തലക്കെട്ടുകൾ ഒബ്സർവ് ചെയ്യുക. വാട്ട് ആർ ദ പീസസ് ഓഫ് ഇൻഫർമേഷൻ യു ഗെറ്റ് ഫ്രം ദിസ് ന്യൂസ് ഹെഡ്ലൈൻസ്? ഈ ഒരു വാർത്തകളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നാണ് ചോദിക്കുന്നത്. വാർത്ത നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? സ്റ്റാർവേഷൻ സ്റ്റിൽ എക്സിറ്റ്സ് മെനി പാർട്സ് ഓഫ് ദ വേൾഡ്. ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റാർവേഷൻ ഇൻ കൺട്രീസ് റൈസസ്. War causes poverty and starvation. Natural calamities lead to food crisis. Write a note about National Food Security Act 2013. ഭക്ഷ്യസുരക്ഷാ നിയമത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 2013 ഭക്ഷ്യസുരക്ഷാ നിയമത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? The National Food Security Act came into force in India 2013. The objective of this act is to ensure food security for all. A strong public distribution system exists in our country with this object. What can each of us do to create a world without starvation? Discuss. പട്ടിണിയില്ലാത്ത ഒരു രാജ്യം സൃഷ്ടിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്. എന്തെല്ലാമാണ്? ഫുഡ് ഈസ് വൺ ഓഫ് ദ ബേസിക് നീഡ്സ് that sustain human life. Food has an important role in maintaining health. Access to food is a legal right of every citizen. We should use the food we get judicially. Wasting food is the cruelty we do to those who don't even get a single meal. Therefore, everyone should realize that the food we waste belongs to others as well. Prepare a note on the topic unhealthy food habits and lifestyle disease. അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ ശീലവും അതുപോലെ തന്നെ ജീവിത ശൈലി രോഗങ്ങളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ എഴുതാം? We can maintain our physical and mental health by eating nutritious food, but unhealthy food habits lead to many lifestyle diseases. Healthy food refers to food that contains the right amount of nutrients to keep our body fit. Healthy food has a lot of benefits. When we intake healthy fruits and vegetables that
are full of nutrients, we reduce the chances of disease. It keeps away diseases like diabetes, high blood pressure, cholesterol, and many more. Healthy food also helps in fighting obesity and heart disease. Junk food is very harmful to our bodies. It contains high amounts of sugar, salt, fats, oils, and more which make us unhealthy. It also causes a lot of problems like obesity and high blood pressure. Therefore, we must not take junk food more and encourage healthy eating habits. ഇനി നമുക്ക് കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. വേൾഡ് ഫുഡ് ഡേ ഏതാണ്? October 16. നെക്സ്റ്റ്, ദ ഫസ്റ്റ് അനിമൽ ഡൊമസ്റ്റിക്കേറ്റഡ് ബൈ ഹ്യൂമൻസ്. ആൻസർ ഡോഗ്. ഹു ഓർഗനൈസ്ഡ് മിശ്ര ഭോജനം അറ്റ് ചെറായ് ഇൻ എറണാകുളം ഡിസ്ട്രിക്ട്? സഹോദരൻ അയ്യപ്പൻ. വെൻ വാസ് മിശ്ര ഭോജനം ഹെൽഡ് ഓൺ? 1917, May 29. When did the Bengal famine occur? 1943. The National Food Security Act came into force in India in 2013. Which year is declared as the International Year of Millets by the United Nations? 2023. The main objective of the International Year of Millets is to promote the production and consumption of millets. പ്രിപ്പയർ എ നോട്ട് ഓൺ മില്ലറ്റ്സ്. മില്ലറ്റ്സിനെ കുറിച്ചിട്ട് എന്താണ് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മില്ലറ്റ്സ് ആർ ഗ്രേസി ക്രോപ്സ് ഫ്രം വിച്ച് സെറിയൽസ് ആർ പ്രൊഡ്യൂസ്ഡ്. മില്ലറ്റ്സ് ഇൻക്ലൂഡ് ജോവർ, രാഗി, ബാർലി, പേൾ മില്ലറ്റ്, കോഡോ മില്ലറ്റ്, ഫോക്സ്ടെൽ മില്ലറ്റ്, എക്സെട്ര. Millets can control cardiac issues and other lifestyle diseases. So, nutritious millets should be included in our daily diet. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഈ ഒരു പാഠഭാഗത്ത് വരുന്ന ആക്ടിവിറ്റീസും അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ. മക്കൾക്ക് ക്ലാസ് ഇഷ്ടമായോ? നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ മക്കളെ. എല്ലാവരും തീർച്ചയായിട്ടും കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ എക്സാം ഒക്കെ ഇപ്പോൾ വന്ന് തുടങ്ങും അല്ലേ? അപ്പോൾ അതിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.